പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നട്ടാൽ കുരുക്കാത്ത നുണയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഹുൽ പൗരത്വ നിയമത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് CAA-ക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുകയും 573 കേസുകളിൽ കുറ്റപത്രം നൽകിയവരുമാണ് LDF സർക്കാരെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി CAA കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആരെങ്കിലും പറയോ? രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2019 CAA-ക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ 573 കേസുകളിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചു. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അർജുൻ. നികേഷ് കുമാർ, പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയതിന് പിന്നാലെ അത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസാരിച്ചത് UDF MPമാർ തന്നെയാണ്. ശശി തരൂരും ET മുഹമ്മദ് ബഷീറും ലോക്സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കുകൾ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് താൻ വ്യക്തിപരമായി അയച്ചു കൊടുക്കാമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ രാഹുൽ ഗാന്ധിയും നേരത്തെ തന്നെ 2019 തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്ന് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ BJP പരിഹാസ രൂപത്തിൽ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നാണോ പറയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. മാത്രവുമല്ല, മറ്റൊരു കാര്യം, 2019 ഈ നിയമം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ വലിയ തോതിൽ പ്രതിഷേധം നടത്തിയിരുന്നു. മാത്രവുമല്ല, അന്ന് സംയുക്ത പ്രക്ഷോഭത്തിന് സർക്കാർ ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷം നിരസിച്ചു എന്നായിരുന്നു മറ്റൊരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതിനും മറുപടി നൽകിയിട്ടുണ്ട്. ഇതിൽ UDF-ന് ഒരിക്കലും പോലും LDF-നൊപ്പം ഈ വിഷയത്തിൽ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും സംയുക്ത പ്രക്ഷോഭത്തിന് ഇല്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, സംഘപരിവാറുമായി സന്ധി ചെയ്യുന്നത് LDF സർക്കാരും CPM-ഉമാണു എന്നും പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുമായി എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും കേസുകൾ പിൻവലിച്ചിട്ടില്ല. 573 കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഇരട്ടത്താപ്പാണ് ഈ സർക്കാർ നടത്തുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.